രണ്ടാം വർഷം മുതലെത്താൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും ഞാൻ AISF-ൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അതുകൊണ്ട് യാത്രകളെല്ലാം ജില്ലയ്ക്ക് പുറത്തേക്കും വ്യാപിപ്പിക്കേണ്ടി വന്നു. നോട്ടുകളെല്ലാം എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല. വല്ലപ്പോഴും ക്ലാസ്സിൽ വരുമ്പോൾ ആ ദിവസങ്ങളിലെല്ലാം ഉച്ചയ്ക്ക് എനിക്ക് പട്ടിണി ഉണ്ടായിട്ടേയില്ല. കൊണ്ടുവരുന്ന ചോറ് എനിക്ക് പങ്കിട്ട് തന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരെ എല്ലാവരെയും ഓർക്കുന്നു. അവരുടെ എല്ലാവരുടെയും പേരിൻ്റെ പ്രതീകമായി ഞാനിപ്പോൾ ഇവിടെ വെച്ച് കണ്ട ആനിയുടെ പേര് ഞാൻ പറയുന്നു. ആനിയുടെ ചോറ് ഒരുപാട് ദിവസം ഞാൻ ഉണ്ടിട്ടുണ്ട്. ഞാൻ വരാത്ത പല ദിവസങ്ങളിലും അവർ 5-6 പേർ എല്ലാ നോട്ടും എനിക്കായി പകർത്തി വയ്ക്കുമായിരുന്നു. പരീക്ഷ പാസ്സായതിൽ അവരുടെ പങ്കുമുണ്ടെന്ന കാര്യവും ഞാനിവിടെ വെച്ച് പരസ്യപ്പെടുത്തുന്നു. അങ്ങനെ ഓർക്കാൻ എത്രയെത്ര കാര്യങ്ങൾ. വേറെ എൻ്റെ ആൺസുഹൃത്തുക്കൾ സാജൻ, രാജേന്ദ്രൻ, സെവറിൻ, സുദർശനൻ ഇവിടെ ഉണ്ടോയെന്നറിയില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് അങ്ങോട്ട് എവിടെയെങ്കിലും മാറി നിന്ന് വർത്തമാനം പറയാൻ സമയം കണ്ടെത്താൻ അവരോടെല്ലാം ഞാൻ അപേക്ഷിക്കുന്നു. മഹാരാജാസ് അതിൻ്റെ ഭൂതകാലത്തിൻ്റെ മാത്രം പ്രൗഢികൾ ജീവിച്ചാൽ പോരാ, വർത്തമാനത്തിൻ്റെ പരാധീനതകളാണ് ഇവിടെ തോമസ് പറഞ്ഞത്. ഭാവി എന്താകണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കും. ഞങ്ങളുടെ കോളേജായിരുന്നുവെന്ന്. ആ കോളേജ് നല്ല മനുഷ്യരാകാൻ, നീതിബോധമുള്ളവരാകാൻ, നന്മയിലേക്ക് കൈയെത്തിപ്പിടിക്കാൻ, അനീതിക്ക് മുമ്പിൽ തലകുനിക്കാതിരിക്കാൻ, സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴിയാണ് ശരിയെന്ന് എന്നുമെന്നും ചിന്തിക്കാൻ നമ്മളെ പഠിപ്പിച്ച ക്യാമ്പസാണെന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മക്കളോട് നമ്മുടെ കോളേജിനെ പറ്റി നമുക്ക് പറയാം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നന്ദി ബിനോയ് വിശ്വം. ഷൂട്ടിങ്ങിൻ്റെ തിരക്കിനിടയിലാണ് ഭരത് മമ്മൂട്ടി. അദ്ദേഹം കുടകിൽ നിന്ന് മൊബൈൽ ഫോണിൽ ഒരു സന്ദേശം KR വിശ്വംഭരന് അറിയിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണിലൂടെ മമ്മൂട്ടി നമ്മളോട് സംസാരിക്കുന്നു. KR വിശ്വംഭരനെ ഫോണുമായി കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കർണാടകത്തിലെ മർക്കാറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഈ മഹാരാജകീയ മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം എന്ന് പറഞ്ഞ് ഞാനത് ചുരുക്കുന്നില്ല, അതിമോഹം ഉണ്ടായിരുന്നു. എന്റെ തൊഴിലിന്റെ ചില അസൗകര്യങ്ങൾ മൂലമാണ് എനിക്ക് ഈ മഹാസംഗമത്തിൽ വന്നു ചേരാൻ സാധിക്കും. വളരെ ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, ഇനിയൊരു പക്ഷേ ഇങ്ങനെ ഒരു മഹാസംഗമം ഉടനെ സാധിക്കും എന്നെനിക്കും നിങ്ങൾക്കും തോന്നുന്നു. ഇത് എന്റെ വ്യക്തിപരമായ നഷ്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവരെല്ലാവരെയും നേരിൽ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നെ കൂടെ പഠിച്ചവരും എനിക്ക് മുന്നേ പഠിച്ചുപോയവരും എന്നെ ഈ കേസിൽ പഠിക്കാൻ വന്നവരും എനിക്ക് കണ്ടാലറിയുന്ന, പറഞ്ഞാലറിയുന്ന ഒരുപാട് സുഹൃത്തുക്കളെ കാണാനുള്ളൊരു അവസരം ആണ് എനിക്ക് നഷ്ടമായത്. താങ്ക് യു നന്ദി മമ്മൂട്ടി. സെബാസ്റ്റ്യൻ പോൾ MP, മഹാരാജാസിൻ്റെ പാർലമെൻറ്റിൻ്റെ ശബ്ദം. ആ ഗണഗംഭീരമായ ശബ്ദം നമുക്ക് മുമ്പിൽ ഇപ്പോൾ നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ട സതീർത്ഥ്യരെ, അധ്യാപകരെ, സ്നേഹിതരെ, 2 വാക്ക് സംസാരിക്കാനാണ് നിർദ്ദേശം. 2 വാക്കേ പാടുള്ളൂ എന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ കൈകൊണ്ടും ഒക്കെ പറയുന്നുണ്ട്.
ധാരാളം നമുക്ക് സംസാരിക്കാനുള്ള സമയമാണ്, പക്ഷേ സന്ദർഭം ഇതല്ല. ഞാനിവിടെ നിൽക്കുമ്പോൾ തൊട്ടു പിന്നിൽ ലൈബ്രറി മന്ദിരമാണ്. ഈ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ ആദ്യമായി നൊസ്റ്റാൾജിയ എന്ന വാക്ക് സന്ദർഭവശാൽ കേൾക്കുന്നതും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതും. നമ്മളെല്ലാം ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇവിടെ നിൽക്കുകയാണ്. നൊസ്റ്റാൾജിയ പരസ്പരം പങ്കുവയ്ക്കുന്നത് മൗനത്തിൻ്റെ ഭാഷയിലാണെങ്കിൽ അത് കൂടുതൽ നന്നാകും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളൊക്കെ ഓർമ്മയുടെ ഊർന്നുപോയ വളപ്പൊട്ടുകൾ തേടിയാണ് ഈ സമയപാതയിലൂടെ മടക്കയാത്ര നടത്തി ഇവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായും എല്ലാവർക്കും ഓർമ്മിക്കുന്നതിന് മധുരിക്കുന്ന ഓർമ്മകളുണ്ട്, വിധുര സ്മരണകളുണ്ട്. എല്ലാ നല്ല സ്മരണകളും നമ്മൾ പങ്കുവയ്ക്കുകയാണ്. മഹാരാജാസ് കോളേജിൻ്റെ പ്രതാപത്തിൻ്റെ തുടക്കമാണിത്. എനിക്ക് തോന്നുന്നു ഈ വേദിയിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർ മഹാരാജാസിൽ പഠിച്ച് ഞങ്ങളുടേതായ പ്രശസ്തിയും സ്ഥാനവും നേടിയെടുത്തവരാണ്. പക്ഷേ ഈ കോളേജിന് എന്ത് തിരിച്ചു കൊടുത്തു എന്ന ചോദ്യത്തിന് ഞങ്ങളിൽ പലർക്കും ഉത്തരവുണ്ടാവില്ല. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നത് ഭരതൻ മാസ്റ്റർ മുതലുള്ള അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് മഹാരാജാസ് കോളേജിനെക്കുറിച്ച് ഓർമ്മിക്കുന്നതിന് ഞങ്ങൾ പോലും നിർബന്ധിതരായത്. സെയിൻറ്റ് തെരേസാസ് കോളേജ് ഉൾപ്പെടെ നിരവധി കോളേജുകളിലെ പ്രഭു തുല്യം സമ്പത്തുമായി കഴിയുന്ന വിദ്യാർത്ഥിനികളോട് മത്സരിച്ചുകൊണ്ട് മഹാരാജാസിലെ ദരിദ്രകുമാരന്മാരും കുമാരിമാരും യൂണിവേഴ്സിറ്റി തലത്തിൽ ആധിപത്യം സ്ഥാപിച്ചെടുത്ത നമുക്കിപ്പോഴും വളരെ സന്തോഷത്തോടെ ഓർമ്മിക്കാൻ കഴിയുന്ന അനുഭവമുണ്ട്. ആരുടെയും സഹായം കൊണ്ടല്ല. അന്നത്തെ പെൺകുട്ടികൾ അവരുടെ കമ്മലും മോതിരവും പണയം വെച്ച് ആൺകുട്ടികൾ കാണാവുന്നിടത്തു നിന്നൊക്കെ കടം വാങ്ങി തിരിച്ചു കൊടുക്കാതെ അവരുടെ പരിശീലനം കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും മഹാരാജാസിന് അവർ നേടിക്കൊടുത്ത ഒരു പ്രൗഢി, അതിനൊക്കെ ശേഷമാണ് ഞങ്ങളൊക്കെ മഹാരാജാസിനെക്കുറിച്ച് ഞങ്ങളുടെ പഴയ കലാലയത്തെക്കുറിച്ച് ഓർമ്മിച്ചത്. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ശക്തമായത്. ഇപ്രകാരം മഹാരാജാസ് എന്നത് എല്ലാവരുടെയും അഭിമാനവും അഹങ്കാരവും ഒക്കെയായി മാറിയത്. തീർച്ചയായും അങ്ങനെയുള്ള സംഭാവനകൾ നൽകിയ ആ വിദ്യാർത്ഥികൾക്കും അവരെ പ്രോത്സാഹിപ്പിച്ച ഭരതൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള അധ്യാപകർക്കും എല്ലാ അവരുടെ നല്ല പ്രവർത്തനത്തെ കൃതജ്ഞതയോടെ ഓർമ്മിച്ചുകൊണ്ട് മഹാരാജാസിന് വളരെ ശോഭനമായൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി എറണാകുളത്തിൻ്റെ പ്രിയപ്പെട്ട MLA പ്രൊഫസർ KV തോമസ് സാർ 2 വാക്ക് നമ്മളോട് സംസാരിക്കും. വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, ഞാൻ മഹാരാജാസ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയല്ല. ഞാൻ തേവര കോളേജിലെ വിദ്യാർത്ഥിയും അവിടെ അധ്യാപകനുമായിരുന്നു. പക്ഷേ ഞാൻ തേവരയിൽ പഠിക്കുന്ന കാലത്ത് വളരെ അസൂയയോടുകൂടിയാണ് മഹാരാജാസ് കോളേജിനെ കണ്ടിരുന്നത്. കാരണം അന്ന് പറഞ്ഞിരുന്നത് ഇൻ്റലക്ച്വൽസ് ഓഫ് മഹാരാജാസ് ആൻഡ് റൗഡീസ് ഓഫ് തേവര എന്നാണ്. അങ്ങനെ റൗഡിയെ ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. MSc തേവര കോളേജിൽ തുടങ്ങിയപ്പോൾ അന്ന് ഞങ്ങളുടെ പരീക്ഷാ സെൻറ്റർ ഇവിടെയായിരുന്നു. അന്ന് മാത്യു സാറായിരുന്നു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രി. അങ്ങനെ ഇവിടെ MSc കെമിസ്ട്രിക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി വന്ന ഒരാളാണ്. പിന്നീട് ഈ നഗരത്തിൻ്റെ പ്രതിനിധിയാവുകയും ഈ കോളേജിൻ്റെ ബഹുമുഖമായ വികസനത്തിൽ പങ്കാളിയാകുവാനും കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ A.K. ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം വളരെയധികം താല്പര്യം അന്ന് ഈ കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി എടുക്കുകയും ഇവിടെ ആവശ്യമായ മരങ്ങൾ ഉൾപ്പെടെ അന്ന് നൽകുകയും ചെയ്തു. തീർച്ചയായും കേരളത്തിലെ ഏറ്റവും പ്രാമുഖ്യം അർഹിക്കുന്ന ഒരു കലാലയം എന്ന നിലയിൽ മഹാരാജാസിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. മഹാരാജാസ് കോളേജിൻ്റെ മുൻ കോളേജ് യൂണിയൻ ചെയർമാൻ, IFS, ഞങ്ങളുടെ ഉറ്റതോഴൻ, ദ കൗൺസിൽ ജനറൽ ഓഫ് ഇന്ത്യ ഇൻ ദുബായ്, R. വേണു എന്ന് ഞങ്ങൾ വിളിക്കുന്ന വേണു രാജാമണി, ദയവായി വേണുവിൻ്റെ വാക്കുകൾ ഞങ്ങൾക്ക് കേൾക്കണം. വേണു പഴയ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ടർ കൂടിയാണെന്നുള്ള വസ്തുത മാധ്യമ സുഹൃത്തുക്കളുടെ ശ്രദ്ധയ്ക്കായി പറയുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ്
ശ്രീ കെ ജി ബാലകൃഷ്ണൻ, ബഹുമാനപ്പെട്ട ഡിഫൻസ് മിനിസ്റ്റർ ശ്രീ എ കെ ആൻ്റണി, സ്റ്റേറ്റ് മിനിസ്റ്ററും കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ സീനിയറുമായിരുന്ന ശ്രീ തോമസ് ഐസക്, സ്റ്റേറ്റ് ഫോറസ്റ്റ് മിനിസ്റ്റർ ശ്രീ ബിനോയ് വിശ്വം, പത്രപ്രവർത്തന രംഗത്തെ എൻ്റെ സഹയോഗിയായിരുന്ന ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ലീലാവതി ടീച്ചർ, മറ്റ് വിശിഷ്ടാതിഥികൾ. മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ആദ്യമായി നേടിയ ഒരു പാഠം പ്രസംഗങ്ങൾ നീട്ടാൻ പാടില്ല, പ്രസംഗങ്ങൾ അധികം ആകാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ ഇംഗ്ലീഷിൽ 2 വാക്ക് പറഞ്ഞ് ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Friends, I would like to begin by thanking the Old Students Association of Maharajas College for having brought all of us together this morning and provided us an opportunity to meet and interact with each other, and for having given me the honor of being part of such an august gathering of dignitaries who have studied in Maharajas College and who have been closely associated with the life of this college. Equally, I'd like to pay tribute to all seniors who have passed through the gates of this college, who are gathered here today, to all my teachers, because of whose teaching and as blessings I am where I am today, and all my friends who are gathered here, people who shared my life in Maharajas College with me and who enriched my life through their friendship as well as their camaraderie. And I would like to also equally convey my best wishes to all the present students of Maharajas College. Friends, I studied in Maharajas from 1976 to 1981. The year I joined Maharajas in 1976 was the year the centenary celebrations of this college was held. The centenary auditorium, which we see at the back, was inaugurated that year, and from then onwards, the 5 years that I spent here, every year there were activities in the centenary auditorium. I had opportunity as a member of the union to participate actively in the year-long celebrations which were held. I went on in the remaining years to be to actively involve myself in the National Cadet Corps of this college, through which I had opportunity to go to Delhi to attend the Republic Day camp, through which I was selected as best cadet of the Kerala state, through which I subsequently had opportunity to visit Canada on a youth exchange program. And it is from those days that my love for foreign affairs and for travel, both within India and abroad, began. I had opportunity to serve as a member of the Students' Union during my first year BA. I had opportunity to serve as College Union Chairman during my final year BA. It is this college, it is my teachers here, it is my friends here, and it is the entire atmosphere and environment in which we grew, which has contributed to whatever I have been able to do subsequently. It is in the Centenary Auditorium during centenary celebrations that I learned to speak in public and to address a gathering like this. It is in the same Centenary Auditorium that I appeared for my civil services exams, through which I was able to come out successfully and become a member of the Indian Foreign Service. As a result of the education I got in this college, I was able to get admission to the Jawaharlal Nehru University in New Delhi and to perform successfully in all my academic tasks in the prestigious institution of India, where I had to face competition from all states. It is because of the foundation that I acquired in this college that I was able to do well in my foreign service exams, and even better, I have been able to serve my country with pride in places like Hong Kong, in places like Beijing, in places like Geneva, where I worked in the United Nations, and once again, one had an opportunity to compare the abilities of an Indian diplomat or the abilities of an Indian with people from across the world. It is my life in this campus which inculcated in me
a sense of social consciousness, a sense of public responsibility, a commitment to try and do whatever it is possible within one's limited abilities to try and change the lives of people around us. It is this college which taught me the diversity of Kerala, the strength of Kerala, the history of Kerala, the heritage of Kerala, and the beauty of Malayalam language and its literature. I am eternally grateful for all that Maharajas has given me, and I stand here today before you not just as a member of the Indian Foreign Service or as the Consul General of India in Dubai who is a former student, but also as a representative of all students, of all ex-students of Maharajas College today who live in different parts of the world. In Dubai, we have a large community of ex-Maharajas students, many of whom have specially come here today to be part of this gathering. I have had occasion to meet former students of Maharajas when I was in China, when I was in the United States, when I was in Hong Kong, and when I was in Switzerland. Wherever I have been, it has been a joy and pleasure to meet someone who has been part of the larger Maharajas family. Everyone I have met has displayed his commitment and dedication to doing whatever it is possible to help the college and to help the community of students and teachers in the college here today. I promise you that in my individual capacity as an officer of the Ministry of External Affairs and in my capacity as a representative of former Maharajas students studying abroad, we will be with the Overseas Students Association and the Maharajas College family in all its endeavors to improve this college, this campus, and its academic life. Thank you. ബഹുമാന്യ ചീഫ് ജസ്റ്റിസ്, പ്രതിരോധ വകുപ്പ് മന്ത്രി, വേദിയിലെ ബഹുമാന്യരെ, പ്രിയപ്പെട്ട മുൻ വിദ്യാർത്ഥികളെ, ഇപ്പോഴുള്ള കുട്ടികളെ, ഇവിടെ വന്ന് ഇതുപോലെ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയതിന് വളരെയധികം സന്തോഷമുണ്ട്. വർഷങ്ങളായി മനസ്സിലാകെ മഹാരാജാസ് എന്ന് പറയുമ്പോൾ അത് സ്വന്തം എന്ന ഒരു വികാരം പകർന്നു തന്ന അന്തരീക്ഷമാണിത്. ഞാൻ പ്രസംഗത്തിലോ മറ്റു കാര്യങ്ങളിലോട്ടോ ഒന്നും പോകുന്നില്ല. പ്രസംഗമാണെങ്കിലും അധിക പ്രസംഗമാണെങ്കിലും ഈ ക്യാമ്പസിൽ നിന്ന് തന്നെ നേടിയെടുത്ത് പോയിട്ടുള്ളതാണ്. ഇവിടുത്തെ അധ്യാപകർ, സതീർത്ഥ്യർ, അവരെ എല്ലാവരെയും കുറിച്ച് പലപ്പോഴായിട്ട് ഓർക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും അന്യോന്യം എതിർത്ത് നിന്ന് സംസാരിക്കുന്നവർ, അവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന വേദികൾ, ഇവയെല്ലാം ഇവിടെ പങ്കിട്ടിട്ടുള്ളതാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി മനുഷ്യരിലെ ഉന്നതന്മാരെ വാർത്തുവിടാൻ കഴിഞ്ഞ ഈ കലാലയത്തിൽ വരുംകാലങ്ങളിലും അതിൻ്റെ വളർച്ച നല്ല രീതിയിൽ തന്നെ നിലനിർത്താനുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ വന്നു. അതുപോലെ മെമ്മോറാണ്ടങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നു. കൂടുതലായി അത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ആ നീക്കങ്ങളിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ, ഈ സരസ്വതി മന്ദിരത്തിൻ്റെ ആ ക്യാമ്പസിനൊരു പുതിയ കരുത്ത് നൽകും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ AK ആൻ്റണി ഇവിടെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ കാലം 60-63. അത്രയും കാലത്തിന് ശേഷം ഇവിടെ വന്ന് നോക്കുമ്പോൾ തലമുറയിൽ മാറി മാറി വന്ന പലരെയും അന്യോന്യം പരിചയപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും അറിയാതെ ഒരു പരിചയം നിൽക്കുകയാണ്. മഹാരാജാസിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. എൻ മോഹനൻ അദ്ദേഹത്തിൻ്റെ കഥയിൽ പറയുന്നത് പോലെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പുറത്തുകൂടി നടന്നു പോകുമ്പോൾ അവിടെ കിടക്കുന്ന പൊട്ടിച്ചിരികളും ഒരുപക്ഷെ നടന്നു പോകുന്നവനെക്കുറിച്ചുള്ള കമൻറ്റുകളും ഒക്കെ കേൾക്കുമ്പോഴും ഞാനും ഈ കോളേജിൽ പഠിച്ചിരുന്നതാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം അതുണ്ടാക്കി തന്നതൊരു ചെറിയ സ്ഥിതിയല്ല. അതൊരിക്കലും നഷ്ടപ്പെടാതെ തന്നെ നിൽക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിൽ വ്യത്യസ്ത കലാലയങ്ങളുമായി ബന്ധപ്പെടാൻ ജീവിതത്തിൽ ഇടവന്നിട്ടുള്ള എനിക്ക് മഹാരാജകീയ കലാലയത്തിനെ ഒരിക്കലും മറക്കാനാവുകയില്ല. ഇവിടുത്തെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്ന എനിക്ക് ആ രീതിയിലുള്ള അനുഭവം മറ്റെല്ലാ വിദ്യാർത്ഥികളുമായി പങ്കിടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ
ബഹുമാന്യനായ പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞു, പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ മന്ത്രി ഇവിടെ വരേണ്ടതാണ്, ഞങ്ങളുടെ കാലത്തുള്ളവരാണ്. അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ വാസുദേവ പണിക്കർ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി. അദ്ദേഹവും അഖിലേന്ത്യാ നിലവാരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു. ഞാൻ പറഞ്ഞു പോകുമ്പോഴെല്ലാം രാഷ്ട്രീയത്തിൻ്റെ മാത്രമല്ല, പ്രഗത്ഭരായ കലാകാരന്മാർ, അതുപോലെ തന്നെ അതിനനുസരിച്ച് ഉയർന്നു നിൽക്കുന്ന സാഹിത്യകാരന്മാർ, അവർ അധ്യാപകരായിട്ട് മാത്രമല്ല, അവരെല്ലാം വിദ്യാർത്ഥികളായി വന്ന് എല്ലാവർക്കും അഭിമാനം വരുന്നു. അവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ മഹാരാജാസിലാണ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം അക്കാര്യത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അതെന്താണ് എന്നുള്ളതറിയില്ല, എങ്കിലും ആ രീതിയിലുള്ളൊരു വികാരം അക്കാര്യത്തിലുണ്ട്. അപ്പോൾ അത്തരമൊരു സ്ഥിതി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു കലാലയമാണ് ഈ ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇവിടെ ബിനോയ് സൂചിപ്പിച്ച പോലെ സംഘടനാ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. ഇന്ന് KM റോയിയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. സാധാരണ മഹാരാജാസിൻ്റെ പരിപാടി കുറച്ചു കാലമായി വരുമ്പോൾ റോയിയെ കാണാറുണ്ട്. എല്ലാവരും ഞങ്ങളുണ്ട്, പക്ഷേ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കാറുണ്ട്, എല്ലാവരും തല്ലിപ്പിടിക്കാറുണ്ട്. ഇവിടെ ചന്ദ്രഹാസൻ മാസ്റ്ററുടെ കാര്യം സൂചിപ്പിച്ചു. മാഷ് ഞങ്ങളെല്ലാവരെയും കൂടി ഒരുമിച്ച് വിളിച്ചു കൂട്ടി വഴക്കുണ്ടാക്കിയാൽ അതെല്ലാം പരിഹരിക്കും. ഞങ്ങളുടെയൊക്കെ വലിയ വലിയ നേതാക്കന്മാരുമായിട്ട് ഒരുമിച്ച് നടന്ന കഥയുമൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടും. പക്ഷേ ഇറക്കി വിടുമ്പോൾ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ കാപ്പി കുടിക്കാൻ വരും. അന്നേരം ഞങ്ങൾക്കാകെയുള്ള ഒരു വലിയ തർക്കമുണ്ടെങ്കിലും മിക്കവാറും പേര് യോജിക്കും. കാരണം അത് വെജിറ്റേറിയൻ ഹോട്ടലിലോട്ട് എഴുതി തരുന്നതിന് പകരം നോൺ വെജിറ്റേറിയൻ ഹോട്ടലിലോട്ടാകുമ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ യോജിച്ച് പോകുന്ന അനുഭവങ്ങളും നിരന്തരമായി വന്ന പുതിയ ജീവിത സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതകൾ ഇന്ന് നോക്കുകയാണ്. അതൊക്കെ അനുസരിച്ച് ഈ കലാലയം കഴിഞ്ഞകാല അനുഭവങ്ങളിലെ ഇതിഹാസോജ്വലം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതങ്ങനെ ആയി തന്നെ തീർന്ന ഒരു അനുഭവമുള്ളതാണ്. അതങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വരും തലമുറയ്ക്കും ഇത് പറയാൻ കഴിയും. അവരെ ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ട് പറയേണ്ടി വരില്ല. അല്ലാത്ത രീതിയിൽ തന്നെ അതെല്ലാം പറയാൻ കഴിയുന്നത് ഈ ക്യാമ്പസ്, ഈ അന്തരീക്ഷം എല്ലാം തരുന്നു. ഇത് ഇത്ര ഭംഗിയായി സംഘടിപ്പിച്ച് ഞങ്ങളെപ്പോലുള്ള ആളുകൾ പ്രത്യേക സാഹചര്യത്തിലായിരിക്കും എന്നെയൊക്കെ വേദിയിലോട്ട് ക്ഷണിക്കാനിടയായത്. എങ്കിൽ പോലും അതിനേക്കാളെല്ലാം അല്ല, ഞാൻ കാണുന്ന വളരെ പ്രഗത്ഭന്മാർ അവരെല്ലാം തന്നെ ഈ അനുഭവം പങ്കിടാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരം അനുഭവം പങ്കിടാനുള്ളൊരവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കലാലയത്തിന് വരും കാലങ്ങളിൽ വലിയ സംഭാവനകൾ നിർവഹിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി സാർ. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ജസ്റ്റിസ് അരുൺ ആൽ റഷീദ്, ഡോക്ടർ KS രാധാകൃഷ്ണൻ, ജസ്റ്റിസ് K സുകുമാരൻ, ഡോക്ടർ VP ഗംഗാധരൻ, ശ്രീമതി ഷീല പോൾ, കോളേജ് യൂണിയൻ ചെയർമാൻ ഹരി എന്നിവരാണെങ്കിലും നമ്മളെ വളരെ പ്രായമായ പൂർവ്വ വിദ്യാർത്ഥികൾ വെയിലുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് അവരാരും തന്നെ സംസാരിക്കണം എന്ന് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടും അവരെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ KS രാധാകൃഷ്ണൻ, വൈസ് ചാൻസലർ, സംസ്കൃത സർവകലാശാല, 2 വാക്ക് പറഞ്ഞ് പിന്നീട് നന്ദി പ്രകടനത്തിന് നാരായണം പൊറ്റിയെ ക്ഷണിക്കുന്നതാണ്. ഇവിടെ ഒരുമിപ്പിച്ചിരിക്കുന്ന ഏക ഘടകം മഹാരാജാസാണ്. വിപുലമായ വൈവിധ്യങ്ങളെ സമന്വയിപ്പിക്കാൻ അസാമാന്യമായ സിദ്ധിവിശേഷം ഈ മഹാകലാലയത്തിനുണ്ട്. അതുകൊണ്ട് കാലത്തോടൊപ്പവും കാലത്തിന് മുൻപേയും നടന്ന് കേരളത്തിന് ദിശാബോധം നൽകാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കെന്താണ് ഈ സ്ഥാപനം നൽകിയത് എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അനന്തമായ ആത്മവിശ്വാസം, മഹാരാജാസിന് മാത്രം നൽകാൻ കഴിയുന്ന ആ മഹാദാനത്തിന് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നന്ദി പറയുന്നതിന് OSAയുടെ സെക്രട്ടറി നാരായണൻ പോറ്റി കഴിഞ്ഞ 3 മാസമായി ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഞങ്ങളാദ്യം നന്ദി പറയേണ്ടത്, നമ്മളാദ്യം നന്ദി പറയേണ്ടത് നാരായണൻ പോറ്റിക്കാണെങ്കിലും ഔപചാരികയുടെ പേരിൽ നാരായണൻ പോറ്റിയെ നമുക്ക് നന്ദി പറയാൻ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ഗുരുജനങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ ആരോട് നന്ദി പറയുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു നന്ദി പറയുന്നതിലൊരു സാങ്കത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നന്ദി അഥവാ പറയണമെങ്കിൽ ആ നന്ദി ഈ സമ്മേളനം, ഈ സംഗമം നടത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച കുറേ ആൾക്കാരോടാണ്. ഒരു കമ്മിറ്റിയിലും മെമ്പറല്ലാതെയും ഇവിടെ രാവിലെ 6:30 മണി മുതൽ രാത്രി 8:30 വരെ വന്ന് മഹാരാജാസ് കോളേജിൻ്റെ ക്യാമ്പസുകൾ ക്ലീൻ ചെയ്യുന്നതിനുമെല്ലാം ഞങ്ങളോടൊപ്പം നിന്ന കുറേ പൂർവ്വ വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കൾ, അവരോടെല്ലാം ഞങ്ങൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു.
അതുപോലെ ഈ മഹാരാജകീയ സംഗമം ഒരു വിജയമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഇവിടുത്തെ മാധ്യമങ്ങളോട് ഞങ്ങൾക്കുള്ള നന്ദി വളരെ വളരെ കൂടുതലാണ്. അവരോട് ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ ഈ മഹാരാജാസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഇപ്പോഴത്തെ നിലയെക്കുറിച്ചും മറ്റും സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഇത്രയും പ്രസംഗം നീട്ടാനുള്ള, അത് കൂടുതൽ പറയാനുള്ള ഒരു സമയമല്ലാത്തത് കൊണ്ട് അത് ഇനിയൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.
ഗൃഹാതുരത്വത്തിൻ്റെ കവിത, നിങ്ങളുടെ മലയാളത്തിൻ്റെ മഹാരാജാസിൻ്റെ കവിത ഇവിടെ അവതരിപ്പിക്കുകയാണ്. മഹാരാജകീയം. കാലം കലാലയ സ്മരണാങ്കണങ്ങളിൽ കോലങ്ങളെഴുതുന്ന നേരം സഹപാഠികൾ നമ്മിൽ മഹാരാജകീയത്തിൻ സാഫല്യ സന്തോഷസ്മേരം. ഇന്ന് സൗഹൃദ സംഗമപൂരം. കാലം കലാലയ സ്മരണാങ്കണങ്ങളിൽ കോലങ്ങളെഴുതുന്ന നേരം സഹപാഠികൾ നമ്മിൽ മഹാരാജകീയത്തിൻ സാഫല്യ സന്തോഷസ്മേരം. ഇന്ന് സൗഹൃദ സംഗമപൂരം. അത്രമേൽ ഹൃദയാർദ്രമായിരുന്നു, അത്രമേൽ പ്രണയാർദ്രമായിരുന്നു എന്നിലെ വിദ്യാർത്ഥി സൗന്ദര്യമിഷ്ടമെന്നോടു ചൊന്ന നിമേഷം. മഹാരാജാസ് എന്നോടു ചൊന്ന നിമേഷം. അത്രമേൽ ഹൃദയാർദ്രമായിരുന്നു, അത്രമേൽ പ്രണയാർദ്രമായിരുന്നു എന്നിലെ വിദ്യാർത്ഥി സൗന്ദര്യമിഷ്ടമെന്നോടു ചൊന്ന നിമേഷം. മഹാരാജാസ് എന്നോടു ചൊന്ന നിമേഷം. സൂര്യനെ നോക്കി നിൽക്കുന്ന നിൻ പൂമുഖ സൂര്യകാന്തി കാന്തിയായി, വെയിലെണ്ണ തേച്ചു കുളിച്ച നിൻ വാസര വാടിയിൽ വാടാ വസന്തമായി. ഞാൻ വിജ്ഞാനസൂന സുഗന്ധമായി, വെയിലെണ്ണ തെച്ചു കുളിച്ച നിൻ വാടിയിൽ വാടാ വസന്തമായി. ഞാൻ വിജ്ഞാനസൂന സുഗന്ധമായി. ചരിതം മഹാഗണി പാകിയ ഗോവണി ചരണങ്ങൾ വെച്ചു കയറിപ്പോയി. പ്രഥമാധ്യാപകൻ മുറി മുന്നിൽ കൗമാരം പ്രവേശനാർത്ഥിയാം പ്രതിഭയായി. ഞാൻ പ്രപഞ്ച പ്രതാപ പ്രതീക്ഷയായി. ചരിതം മഹാഗണി പാകിയ ഗോവണി ചരണങ്ങൾ വെച്ചു കയറിപ്പോയി. പ്രഥമാധ്യാപകൻ മുറി മുന്നിൽ കൗമാരം പ്രവേശനാർത്ഥിയാം പ്രതിഭയായി. ഞാൻ പ്രപഞ്ച പ്രതാപ പ്രതീക്ഷയായി. ക്ലാസിലെ സാഹിത്യ സംവാദം കാൽപ്പനിക ക്ലാസിക് കൃതികളിൽ പെട്ടുപോയി. ലാബിലെ ശാസ്ത്ര നിരീക്ഷണം ഭൗതിക ലോകത്തിൽ നാഗത്തെ നട്ടുപോയി. ഞാൻ സ്നേഹശാസ്ത്രജ്ഞനും കവിയുമായി. ക്ലാസിലെ സാഹിത്യ സംവാദം കാൽപ്പനിക ക്ലാസിക് കൃതികളിൽ പെട്ടുപോയി. ലാബിലെ ശാസ്ത്ര നിരീക്ഷണം ഭൗതിക ലോകത്തിൽ നാഗത്തെ നട്ടുപോയി. ഞാൻ സ്നേഹശാസ്ത്രജ്ഞനും കവിയുമായി. വളപിരിയൻ കോണിയിൽ അനുരക്തരാടുന്ന നളചരിതം 4-ാം ദിവസമായി. വളപിരിയൻ കോണിയിൽ അനുരക്തരാടുന്ന നളചരിതം 4-ാം ദിവസമായി. സമരമരച്ചോലയിൽ അനുയായി തേടുന്ന സാമൂഹ്യ വിപ്ലവ ചൈത്രമായി. ശംഖുപുഷ്പമായി ചൊകചൊകച്ചെത്തിയായി. വളപിരിയൻ കോണിയിൽ അനുരക്തരാടുന്ന നളചരിതം 4-ാം ദിവസമായി. സമരമരച്ചോലയിൽ അനുയായി തേടുന്ന സാമൂഹ്യ വിപ്ലവ ചൈത്രമായി. ശംഖുപുഷ്പമായി ചൊകചൊകച്ചെത്തിയായി. തരളമിത്തമ്പുരു മൂളും ശ്രുതിയതിൽ വിരളമാം കരളകരാഗമായി. പുതിയൊരു പൂങ്കുയിൽ നെഞ്ചകക്കൂട്ടിൽ നിന്നതിമധുരം പാടിയ അമൃതമായി. സ്ഥായി സംഗീത ഗുരുമുഖ പഠനമായി. തരളമീ തമ്പുരു മൂളും ശ്രുതി അതിൽ വിരളമാം കരളകരാഗമായി.
പുതിയൊരു പൂങ്കുയിൽ നെഞ്ചകക്കൂട്ടിൽ നിന്നതിമധുരം പാടിയ അമൃതമായി സ്ഥായി സംഗീത ഗുരുമുഖ പഠനമായി ശതാഭിഷിക്തയാമീ അമ്മ പ്രസവിച്ച മതിമാന്മാരായിരം മഹിതരായി മന്ത്രി ബിഷഗ്വരൻ ന്യായാധിപൻ നടൻ മഹച്ചരിതമങ്ങനെ മാലയായി എൻ്റെ മലയാളമതിൻ മുന്നിൽ ബാലയായി ശതാഭിഷിക്തയാമീ അമ്മ പ്രസവിച്ച മതിമാന്മാരായിരം മഹിതരായി മന്ത്രി ബിഷഗ്വരൻ ന്യായാധിപൻ നടൻ മഹച്ചരിതമങ്ങനെ മാലയായി എൻ്റെ മലയാളമതിൻ മുന്നിൽ ബാലയായി ഇതുവഴി പോകുമ്പോഴൊക്കെയും തോന്നുന്നു ഹൃദയം ഇവിടെ വെച്ചു മറന്നു ഇതുവഴി പോകുമ്പോഴൊക്കെയും തോന്നുന്നു ഹൃദയം ഇവിടെ വെച്ചു മറന്നു പഠനവും സഹനവും കളിചിരി കലഹവും പ്രണയവും വിരഹവും ഇന്നോ വീണ്ടും പ്രായം 17 വന്നു വീണ്ടും പ്രായം 17 വന്നു ഇതുവഴി പോകുമ്പോഴൊക്കെയും തോന്നുന്നു ഹൃദയം ഇവിടെ വെച്ചു മറന്നു പഠനവും സഹനവും കളിചിരി കലഹവും പ്രണയവും വിരഹവും ഇന്നു വീണ്ടും പ്രായം 17 വന്നു മഹാവർത്തമാനത്തിൽ ഭൂതത്തിൻ ഭൂതികൾ മഹാരാജകീയത്തിലാക്കാം മനസ്സിന്നഭിജ്ഞാന ജീവന കാവ്യത്തെ മനുഷ്യത്വ വൃത്തത്തിലാക്കാം മഹാമനുഷ്യത്വ വൃത്തത്തിലാക്കാം ഈ മഹാരാജകീയത്തിലാക്കാം ഈ മഹാരാജകീയത്തിലാക്കാം ഈ മഹാരാജകീയത്തിലാക്കാം നന്ദി നമസ്കാരം